بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب ما جاء أن الأعمال بالنية والحسبة ولكل امرئ ما نوى فدخل فيه الإيمان والوضوء والصلاة والزكاة والحج والصوم والأحكام وقال الله تعالى قل كل يعمل على شاكلته على نيته ونفقة الرجل على أهله يحتسبها صدقة وقال ولكن جهاد ونية. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരു ബാബാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ബാബുമാ ജാഅ, ബാബുമാ ഒന്നിനെ സംബന്ധിച്ച് പറയുന്ന ബാബാകുന്നു. ഹാദാമതു ഫഹംതാന ഖബർ അന്നത്ത് തഖ്ദീറ ആദാ ബാബു ബയാനി മാ ജാഅ വർത്തിഫാബുൽ ബാബി അലാ അന്നു ഖബർ മുത്തദീം മഹ്ദൂഫിൻ വഹുവ മുളാഫുൻ ഇലാ കലിമത്തി മാ. ബാബു മാ ഇത് ഒന്നിനെ വിളിക്കുന്ന ബാബാകുന്നു. ജാഅ വന്നിരിക്കുന്നു, അന്നൽ അഅ്മാല തീർച്ചയായും അമലുകളാകുന്നത് ബിൻ നിയ്യത്തി നിയ്യത്ത് കൊണ്ടാണ്, വൽ ഹിസ്ബത്തി കണക്കിലെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ കാണുമ്പോൾ അമൽ ചെയ്യൽ കൊണ്ടിട്ടുമാണ്. വലികുല്ലി ഇംരിഇം മാ നവാ എല്ലാ മനുഷ്യന്മാർക്കും അവരവർ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഉള്ളത് എന്നും വന്നതാണ്. അതിനെ വിവരിക്കുന്നതിൽ ഭാഗമാകുന്നു. ഇപ്പോൾ 3 കാര്യമാണ് ഈ ബാബിലുള്ളത്. ഒന്ന്, ഏത് അമലുകളും അത് പരിഗണിക്കണമെങ്കിൽ നിയ്യത്ത് വേണം. രണ്ടാമത്തേത് ഹിസ്ബത്തും കൂടി വേണം, പ്രത്യേകമായ ഇഹ്സാൻ്റെ മർത്തബ. എനിക്കാണ് ഇഹ്തിസാബ് ഹിസ്ബത്ത് എന്നൊക്കെ പറയാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതൊരു കാര്യവും മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യവും അത് അവനിക്ക് നല്ലതാക്കിയെടുക്കാൻ കഴിയും നിയ്യത്ത് കൊണ്ട്. സാധാരണഗതിയിൽ അവൻ ചെയ്യുന്ന ഓൻ്റെ സർവ്വ അമലുകളും സുഫിയാക്കൾ പറഞ്ഞ മാതിരി 2-3 നിലക്ക് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ഒരാൾ വെള്ളം കുടിക്കുമ്പം എൻ്റെ ശരീരത്തിലേക്ക് അള്ളാഹുവിനക്ക് ഇബാദത്ത് എടുക്കാനുള്ള ആരോഗ്യമുണ്ടാവാൻ വേണ്ടി വയറിനെനിക്കുള്ള ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ വെള്ളം കുടിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ. അങ്ങനെ ഏത് കാര്യവും ചെയ്യുമ്പോഴും ഏത് മുബാഹ കാര്യം ചെയ്യുമ്പോഴും അവനക്കത് നന്മയായി പരിഗണിക്കാൻ പറ്റും നിയ്യത്ത് കൊണ്ട്. അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ അവനക്കത് നേർച്ച എഴുന്നിട്ട് അത് ഫർളാക്കിയിട്ട് വലിയ കൂലിക്കാക്കാൻ കഴിയും. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും വിരിക്കുന്ന ബാബാണ്. ഫദഖല ഫീഹി ഈ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടു. അൽ ഈമാനു ഈമാന് പെട്ടു, വൽ വുളൂഉ വുളൂഉം പെട്ടു, വസ്സലാത്തു നിസ്കാരവും പെട്ടു, വസ്സകാത്തു സകാത്തും പെട്ടു, വൽ ഹജ്ജു ഹജ്ജും പെട്ടു, വസ്സൗമു നോമ്പും പെട്ടു, വൽ അഹ്കാമു അഹ്കാമ് എന്ന് പറഞ്ഞാൽ കോടതികൾ വിധിക്കലിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, കോടതികളുടെ വിധികളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അതേതാണ്? കച്ചവടത്തിൽ വരുന്ന കാര്യങ്ങൾ, നിക്കാഹിൽ വരുന്ന കാര്യങ്ങൾ, ത്വലാഖിൽ വരുന്ന കാര്യങ്ങൾ, മറ്റ് മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അല്ല, 2 ആൾ തമ്മിൽ പ്രശ്നമുണ്ടാവേണ്ട വ്യക്തിപരമായല്ലാതെ 2 ആൾ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിലാണ് കോടതിയോട് വേണ്ടി പ്രശ്നം ഉണ്ടായാൽ അതും അവനിക്ക് നിയ്യത്ത് കൊണ്ട് നന്നാക്കിയെടുക്കാം, അമലാക്കി മാറ്റാം. ഖാല അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, കുൽ കുല്ലു യഅമലു അലാ ശാകിരതി. കുൽ തങ്ങൾ പറയുക, കുല്ലുൻ എല്ലാ ഓരോരുത്തരും യഅമലു അവർ അമൽ ചെയ്യും, അലാ ശാകിരതിഹി അവരവരുടെ നിയ്യത്തിൻ്റെ മേൽ, അലാ നിയ്യതിഹി അലാ ശാകിരതി തഫ്സീറാണ്. ഐ അലാ നിയ്യതിഹി എന്നാ മറ്റുള്ളവർ പറയാം. ഇമാം ബുഖാരി സാധാരണ തഫ്സീർ എഴുതുന്ന മാതിരി
ജലാലിന് തഫ്സീർ എഴുതുമ്പോൾ അതിന് മറ്റൊരു അർത്ഥമാണ് വെച്ച് പര്യായമായ മറ്റൊരു അർത്ഥം ഉദ്ദേശാർത്ഥം പോലെ എല്ലായിടത്തും ആയിന്നോ യഹനീന്നോ ഇടൂല. അതൊരു ശൈലിയാണ്. ഇതൊരു മുഫസ്സിറിൻ്റെ ശൈലിയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉപയോഗിക്കുന്നത്. അലാ ഷാക്കിലത്തി അലാ നിയ്യത്തിഹി, അതായത് നിയ്യത്തിൻ്റെ മേൽ എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. വനഫഖത്തുർ റജുലി, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നത് അല അഹ്ലിഹി, അവൻ്റെ കുടുംബാരിയുടെ മേലിൽ എങ്ങനെയുള്ള നഫക്കയാണ് യഹ്തസിബുഹ, ആ നഫക്കയെ അവൻ പ്രത്യേകം അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അവൻ കണക്കിലെടുക്കും. അല്ലാഹു തആല കൽപ്പിച്ചത് കൊണ്ടിട്ടാണ് എൻ്റെ ഭാര്യയുടെ പേരിൽ ഞാൻ ചെലവഴിക്കുന്നത് എന്ന് പ്രത്യേകം കണക്കിലെടുത്ത് കൊടുക്കുന്നത് സ്വതക്കത്തുൻ, അത് സ്വതക്കയാകുന്നു. അവിടെ ചോദ്യം വരും, സ്വതക്കല്ലല്ലോ, അത് വാജിബല്ലേ? അവനവൻ്റെ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കൽ വാജിബാണ്. രണ്ടിൽക്കർത്ഥം വാക്കുക, രണ്ടിൽക്കവിടെ ഇമാമിനെ വിശദീകരിക്കുക. ഒന്ന്, സാധാരണഗതിയിൽ നിർബന്ധമായി ചെലവഴിക്കേണ്ട ഒന്നുണ്ട്. ആ നിർബന്ധമായി ചെലവഴിക്കുമ്പോൾ അവിടെ നിയ്യത്തൊക്കെ വേണ്ട ആവശ്യമില്ല, എന്നാൽ തന്നെ ഫർള് വീടും, അവൻ ചെലവിന് കൊടുത്താൽ മതി. അതോടുകൂടെ അവൻ എന്തും ചെയ്തു, ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകം അള്ളാഹു തആല എന്നോട് വാജിബാക്കിയിട്ട് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണെന്ന് പ്രത്യേകം ഒന്ന് കരുതും കൂടിയും ചെയ്താൽ പിന്നെ സദക്കൻ്റെ കൂലി കൂടെ അവിടെ കിട്ടും, വാജിബ് വീടലോട് കൂടെ. അല്ലെങ്കിൽ വാജിബിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ലിയുൻഫിഖ് ദൂ സഅത്തി മിൻ സഅത്തി എന്ന് പറഞ്ഞ വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിൽ ആ സാധാരണ കണക്കിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ. അധിക ഭർത്താക്കന്മാരും ഭാര്യമാർക്കും കുട്ടികൾക്കും അവർക്ക് കൊടുക്കേണ്ട കർമ്മിനേക്കാൾ കൊടുക്കേണ്ട കടമ എത്രയാണോ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരാ. ആ കൂടുതൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചും അവർക്ക് എന്ത് ചെയ്യാം, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രീതിക്ക് വേണ്ടി, അല്ലാഹു തആലാന്റെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെയും അവിടെയും ഇടയിലുള്ള സ്നേഹബന്ധം നിലനിൽക്കാൻ വേണ്ടി, അങ്ങനെ പല നിയ്യത്തും വെച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് സദക്കൻ്റെ കൂലി കിട്ടും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാകിൻ ജിഹാദും വനിയ, വലാകിൻ ജിഹാദും വനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹിജ്റ നിഷേധിച്ചു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിൻ്റെ ശേഷം ഹിജ്റ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ്. ഇനി ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യുക എന്ന ചോദ്യത്തിന് മറുപടിയാണ് വലാകിൻ ജിഹാദും വനിയ, എങ്കിലും ജിഹാദ് ബാക്കിയുണ്ട്, നിയ്യത്തും ബാക്കിയുണ്ട്. ഏത് കാര്യത്തിനും നല്ല നല്ല നിയ്യത്തുകൾ വെച്ചുകൊണ്ട് അത് വലിയ വലിയ കർമ്മങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിയ്യത്തിലേക്ക് ആവശ്യമുള്ള 7 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈമാൻ, വുളൂ, സ്വലാത്ത്, സകാത്ത്, ഹജ്ജ്, സൗമ്, വൽ അഹ്കാം, 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങളിലേക്കും നിയ്യത്തിലേക്ക് ആവശ്യമുണ്ട് എന്നാണ്. ഒന്നാമത്തെ കാര്യം ഈമാനാ. ഈമാനിലേക്ക് എങ്ങനെ നിയ്യത്ത് വേണ്ടി വരിക? അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വുളൂവിൻ്റെയും നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഹജ്ജും സൗമും ഹക്കാമും അല്ലാത്തൊരു ഈമാനാണല്ലോ. അപ്പോൾ ആ തസ്ദീഖ് എന്ന് മനാക്കുള്ള ഈമാനല്ലേ, അതിനൊക്കെ എന്താണ് നിയ്യത്ത്? അതിന് മറുപടി പറയാൻ അതിനൊക്കെ വല്ലാതെ കെട്ടിമറിയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് അറിയുക, അതെടുത്ത് പറയുക. അങ്ങനെ പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. അതോടുകൂടെ അവരത് ഉൾക്കൊള്ളാതെക്കുക. അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നുള്ള ആ കരുത്തുക്ക് മനസ്സിലുള്ള ഒരു ആശയത്തെ അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക, ആ ഇഖ്റാർ ചെയ്യുക, അതാണ് അവിടുത്തെ നിയ്യത്ത് പറഞ്ഞാൽ. രണ്ടാമത്തേത് അവിടെ പിന്നെ വേറെ പല നിലക്കും വിശദീകരിക്കാം. രണ്ടാമത്തെ വുളൂ ആണ്. വുളൂവിന് നിയ്യത്ത് വേണോ വേണ്ടേ? ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിൽ വുളൂവിൻ്റെ റുക്കനുകൾ ഷർത്തുകൾ പെട്ട വുളൂവിൻ്റെ വുളൂവിൻ്റെ റുക്കനിൽ പെട്ടതാണ് ഒന്നാമത്തെ നിയ്യത്ത് വേണം. അതാ അതിന് പറഞ്ഞപ്പോൾ ദുഖൂലുഹു ഫീ ദാലിക അലാ മദ്ഹബിഹി, വുളൂ നിയ്യത്ത് വേണ്ട സംഗതി പെണ്ണി പറയുന്നത് ബുഖാരി ഇമാമിൻ്റെ മദ്ഹബ് പ്രകാരമാണ്. അത് തന്നെയാണ് ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് വആമത്തു അസ്ഹാബിൽ ഹദീസ് റളിയല്ലാഹു അൻഹും, ഇവരൊക്കെ മദ്ഹബ് അങ്ങനെ തന്നെയാണ്.
അബൂ ഹനീഫ ഇമാമ്, സുഫിയാനു സൗരി, ഔസാഇ ഇമാമ്, ഹസൻ ഇബ്നു ഹയ്യ് ഇവരൊക്കെ പറഞ്ഞത് ഇവകൾക്കൊന്നും നിയ്യത്ത് ആവശ്യമില്ല. നിസ്കാരത്തിൻ്റെ ഷർത്തായ ഡ്രസ്സ് അലക്കല്, നയസില്ലാത്ത ഡ്രസ്സ് എടുക്കണമല്ലോ, സ്ഥലം വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ശരീരം മറ്റുള്ളവർക്ക് നേഴ്സായ വൃത്തിയാക്കണം. ശരീരം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം നേഴ്സിനെ തൊട്ട് ശുദ്ധിയാക്കണം. അവിടെ നിയ്യത്ത് ഏതായാലും വേണ്ടല്ലോ. അതേമാതിരി തന്നെയാണ് വുളു ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശുദ്ധീൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് വുളു വേണ്ട എന്നാണ് ഒരു പറയുക. അപ്പം നമ്മളെന്തായാലും പറയുക, അതിന് വുളു മറ്റീൻ്റെ മാതിരിയുള്ള സംഭവമല്ലല്ലോ. അത് അറിയാൻ കഴിയാത്ത മുഖം കഴുകുക, കൈ കഴുകുക, കാല് കഴുകുക, തല തടുക എന്ന് പറയുന്നത് അതൊരു ഇബാദത്തായി ചെയ്യണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്താലേ ഉള്ളൂ. നജസ് കഴുകുക എന്നുള്ളത് നജസ് ശരീരത്തിലുള്ള വ്യക്തമായ സംഭവമല്ലേ, അത് ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. അത് എല്ലാവരും മോശമായത് എന്ന സംഭവം തന്നെയാണ്. അതേമാതിരില്ല വുളുവിനെ പരിഗണിച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആവുള്ളൂ. അങ്ങനെ കുറേ ചോദ്യങ്ങളും മറുപടി ഉണ്ട്. മാത്രമല്ല അനഫിയോട് നമ്മൾ ചോദിക്കോ, തൈമത്തിന് നിങ്ങളും പറഞ്ഞില്ലേ വുളു ഉണ്ടെന്ന് നിയ്യത്ത് വെക്കണം എന്ന്. തൈമത്തിന് അനഫിയൊക്കെ വുളു ആണാണ്. അപ്പോൾ തൈമത്തിൻ്റെ മരുന്നില്ല ഇതും. അങ്ങനെ കുറേ ചോദ്യങ്ങളും മറുപടികളുണ്ട്. എന്തായാലും അവിടുത്തെ മദ്ഹബ് ഉള്ളത് നമ്മുടെ മദ്ഹബും അയിമത്ത് ബാക്കിയുള്ള രണ്ട് ഇമാമിങ്ങളുടെയും മദ്ഹബ്, മാലിക്കി ഇമാമിൻ്റെയും അഹ്മദ് ഹംബലിൻ്റെയും അധിക പണ്ഡിതന്മാരുടെയും മദ്ഹബുള്ളത്, ഷാഫി ഇമാമിൻ്റെ മദ്ഹബ് അടക്കം പറയുന്നത് വുളുവിനക്ക് നിയ്യത്ത് വേണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിസ്കാരത്തിനൊക്കെ വുളു വേണോ വേണ്ടേ, അതൊരു ഖിലാഫന്നല്ല. വലാ ഖിലാഫ അന്നഹാ ലാ തജൂസു ഇല്ലാ ബിന്നിയ്യാത്ത്. നിസ്കാരം നിയ്യത്ത് കൊണ്ടല്ലാതെ സഹിയാവൂല എന്നുള്ളതിൽ, ജായിസാവൂല എന്നുള്ള ഖിലാഫന്നല്ല. നിസ്കാരത്തേക്ക് ഏതായാലും നിയ്യത്ത് വേണം, എല്ലാ മദ്ഹബ് പ്രകാരവും. പിന്നെ നിയ്യത്ത് കൊണ്ടുള്ള മൊഴിച്ച് തലഫുദ് വേണോ വേണ്ടേ, മുസല്ലി ഫർളുള്ള പറച്ചിൽ വേണോ വേണ്ടേ, അതിലെ ഖിലാഫ്. അത് നമുക്ക് സുന്നത്താണ്, മറ്റു പല മദ്ഹബും സുന്നത്തില്ല. നേരെ മറിച്ച് നിയ്യത്ത് മനസ്സിൽ വേണോ വേണ്ടേ, അത് വേണം. പിന്നെ മൂന്നാമത്തെ സക്കാത്താണ്. ആ സക്കാത്തിന് നമ്മുടെ മതപ്രകാരം രണ്ട് കാര്യമില്ലേ. ഒന്ന് സക്കാത്തിന് നിയ്യത്ത് വെക്കുക, എന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഹനഫികൾക്ക് അതിൽ തഫ്സീലുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടാല് സമയത്ത് ഒന്ന് കൊടുക്കുമ്പം അല്ലെങ്കിൽ നീക്കി വെക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. എന്നാലും അവിടെ ഒരു തഫ്സീൽ പറയാൻ പോകുക ഹനഫികൾ. വമ്മ ഇദാ കാന ലഹു ദൈനുൻ അലാ ഫഖീരിൻ ഫഅബ്റാഹു അൻഹു സഖത സകാത്തുഹു അൻഹു നവാ ബിഹി സകാത്ത ഔലാ. ഒരാളുടെ മേൽ ഒരാൾ പൈസ കൊടുക്കാണ്ട്, ആ കൊടുക്കാനുള്ള പൈസ സകാത്തിൻ്റെ കതിലുള്ള പൈസയാണ്. അത് മാറ്റാതെ അയാൾക്ക് ഒഴിച്ചു കൊടുത്തു, ഇനിക്ക് തരണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു 20 പവൻ സ്വർണം ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാണ്ട്, ആ കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെക്കുമ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തരണ്ടാന്ന് പറഞ്ഞു. 2-3 കൊല്ലം കഴിഞ്ഞാണ്. അപ്പോൾ 20 പവനാകുമ്പോൾ സക്കാത്ത് ചൂടുള്ള മുതലല്ലേ, സ്വർണ്ണല്ലേ. പക്ഷെ അതിനെന്ത് ചെയ്തു, ആ ഒഴിവാക്കി കൊടുക്കലോട് കൂടെ അതിലുള്ള സക്കാത്ത് ഒഴിവായി പോകും. ഈ സക്കാത്ത് വേറെ ഞാനത് വേറെ ഒഴിവാക്കി കൊടുത്തു വേറെ കരുതിയത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒന്നായിട്ട് എഴുതി തള്ളലോട് കൂടെ എൻ്റെ സക്കാത്തും പോയി. നേരെ മറിച്ച് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള പണം, സ്വർണം അല്ലെങ്കിൽ വെള്ളി, അതിന് ഒരാൾ ഒഴിച്ചു കൊടുക്കുക, എനിക്കത് തരണ്ടാന്ന് പറയാണ്. എനിക്കത് ഒഴിവാക്കി തന്നു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറെ സക്കാത്ത് ഓൻ കൊടുക്കാനുള്ളവനെ ബാധ്യതയുള്ളവനാ. ആ സക്കാത്തിൻ്റെ പൈസയാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് തിരിച്ചു കൊടുത്താൽ ഇത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സക്കാത്ത് ഒഴിവാവൂല. അത് കുറേ വിശദീകരണമുണ്ട്. സക്കാത്തിൻ്റെ ബാബ് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അഞ്ചാമതിവിടെ പറഞ്ഞത് ഹജ്ജാണ്. ഹജ്ജിനക്ക് എന്തായാലും നിയത്ത് വേണം, ഇഹ്റാമ് വേണം. അവിടെ ഒരു ചർച്ച ഉണ്ട് ഷാഫി മദ്ഹബും മറ്റു മദ്ഹബും തമ്മിൽ. ഷാഫി മദ്ഹബ് പ്രകാരം ഒരാൾക്ക് മറ്റൊരാളെ തൊട്ട് ഹജ്ജ് ചെയ്യണമെങ്കിൽ അവൻ ആദ്യം ഹജ്ജ് ചെയ്തവരായിരിക്കണം. ഈ നിബന്ധന ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾ ആദ്യമായി വേറൊരാൾക്ക് വേണ്ടി, അവൻ്റെ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ വേറെ കൂലിക്ക് വേണ്ടി പോയി ഹജ്ജ് ചെയ്തു വന്നാൽ അപ്പം എന്താ പറയുക, ഞാൻ ഇന്നാളെ തൊട്ട് ഹജ്ജ് ചെയ്യുന്നു എന്ന് നിയത്ത് വെച്ചു. അങ്ങനെ വെച്ചാലും അത് ഓൻ്റെതേ ആവുള്ളൂ, അത് ആ മറ്റേ ആളതാവൂല. പോലെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല,
അപ്പോൾ ഓൻ പറയാണ് ഓനും ഹജ്ജ് ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ വാപ്പാർ തൊട്ട് ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് ആദ്യമായി ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് ആദ്യമായി അവൻ്റെതാണാകുക. കാരണം പരിഭാഷയിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുന്ന കാലത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ ശബ്രുമനെ തൊട്ട് ഹജ്ജ് ചെയ്യുന്നു. അപ്പോൾ ആരാ ശബ്രുമ എന്ന് ചോദിച്ചു. അത് മൂപ്പര കുടുംബക്കാരനാണ് പറഞ്ഞു, സഹോദരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദിഹി അൻക വഹുജ്ജ അൻ ശബ്രുമ, ഇത് അൻകത്തുള്ള ഹജ്ജാണ്, ശബ്രുമനോട്ട് ഇനി പിന്നീട് ഹജ്ജ് ചെയ്തോ, ശബ്രുമ ഓനെ തൊട്ട് പിന്നീട് ഹജ്ജ് ചെയ്തോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹജ്ജ് ചെയ്തു പല റിവായത്തും വന്നിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഒരാൾ ആദ്യമായി ഹജ്ജ് ചെയ്യുമ്പോൾ അവനിക്ക് എന്ന് കരുതാതെ വേറാക്ക് എന്ന് കരുതിയാൽ പോലും ഓൻ്റെതേ ആവുള്ളൂ. അത് ആമായ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ളതിലേക്ക് ഖാസായി വന്നതാണ്. ആമിൽ നിന്ന് ഇസ്തീന ചെയ്തതാണ് ഇത് ശാഫി മദ്ഹബ് പ്രകാരം. ഹനഫികൾ പറഞ്ഞു മുമ്പുള്ള കാലത്തൊട്ട് അമൽ സ്വന്തമായി ആദ്യം ഹജ്ജ് സ്വന്തം ചെയ്തോളണമെന്നില്ല, അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ ഓൻ്റെതേ ആവുള്ളൂ, സ്വന്തം നഫ്സിൽ പിന്നെ ചെയ്താലും മതി. അത് ഹനഫി മദ്ഹബാണ്. മദ്ഹബിൽ ഖിലാഫുണ്ട്. നമ്മൾ പറഞ്ഞു ഏതൊരു മോമിനിക്കും ഒരു തഖ്സീസ് ഉണ്ടാവും, ആ തഖ്സീസാക്കിയ ഭാഗമാണിത്. പിന്നെ നോൻപിനിക്ക് നിയ്യത്ത് വേണം, രാത്രി നിയ്യത്ത് വെക്കണം, അവിടെയും ഖിലാഫുണ്ട്. എന്താ ഖിലാഫ്? അത്താഹ് ബിൻ അബി റബാഹ്, മുജാഹിദ്, സുഫർ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് റമളാൻ മാസത്തിൽ യാത്രക്കാരനല്ലാതെ മുഖീമായോ മുതവത്തിനായിട്ടോ ഒരാളുണ്ടെങ്കിൽ അവൻ നിയ്യത്ത് വക്കന്നെ വേണ്ട. മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. വല്ലപ്പോഴും നിയ്യത്ത് മറന്നുപോയാൽ പറ്റുമോ? അമലയ്യ സ്വന്തം നഫ്സിനിക്ക് കാര്യമായ ആളുകളാണ് അത്താഹ് ബിൻ അബി റബാഹ്, മുജാഹിദ്, സുഫർ. ഇവരെല്ലാം പറയുന്നത് യാത്രക്കാരനല്ലാത്ത ഒരാൾ രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നു, രാത്രി നിയ്യത്ത് വെക്കണ്ട, പകലും നിയ്യത്ത് വെക്കണ്ട. റമളാൻ മാസത്തിൽ പിന്നെ നോമ്പിൻ്റെ മാസമില്ല, നോമ്പാണ് നോറ്റാൽ മതി, പട്ടിണിയാണ് കിടന്നാൽ തന്നെ നോമ്പാകും. പിന്നുള്ളത് അയിമത്തുൽ അർബഅ, 4 ഇമാമിങ്ങൾ. നമ്മൾ കല്ലൂബി ഇമാമെല്ലാം പറഞ്ഞു നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളല്ലാത്തവരെയും അവരുടെ മദ്ഹബിനിക്ക് ന്യായമുണ്ടെങ്കിൽ തർക്കമില്ലാതെ ന്യായം ഉണ്ടെങ്കിൽ അമൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ആ നിലക്ക് അമൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പറയുന്നത് നിയ്യത്ത് വേണം. ആ നിയ്യത്ത് റമളാനാന്ന് കരുതണോ കരുതണ്ടേ, അതൊക്കെ ഖിലാഫ്, അതിൻ്റെ ഫുറൂഇൽ ഖിലാഫ് ഉണ്ടെങ്കിലും നിയ്യത്ത് വെക്കണം എന്നുള്ളതാകുന്നു. പിന്നെ അഹ്കാമുകളാണ്. അഹ്കാമുകളാകുമ്പോൾ ആ അഹ്കാമുകൾ മുആമലാത്ത്, മുനാക്കഹാത്ത്, ജറാഹാത്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനേക്കുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനേക്കെല്ലാം നിയ്യത്ത് വെച്ചും കൊണ്ട് അത് അമലാക്കിയെടുക്കാൻ കഴിയും. അവിടെ ഫത്വൽ ബാരി ഒരു ഇബ്നുൽ മുനീർ എന്ന മഹാനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. وقد ذكر ابن المنير ضابطا لما يشترط فيه النية مما لا يشترط. ഈ അഹ്കാമുമായി ഹുക്കുമുകളുമായി വിധികളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നിയ്യത്തിലേക്ക് ആവശ്യമുള്ളൂ ആവശ്യമില്ലാത്തതുമുണ്ട്. فقال كل عمل لا تظهر له فائدة عاجلة, ആജിലായ ഉളരിയതായ ഫായിദ ഒന്നുമില്ലാത്ത ഏതമലുകളും ബലിൽ മഖ്സൂദ് ബിഹി ത്വലബു സവാബി, അതുകൊണ്ട് അള്ളാഹുവിന് വക്കയുള്ള കൂലി തേടൽ മാത്രമേ ലക്ഷ്യമുള്ളൂ. ഫന്നിയത്തു മുസ്തർത്തത്തും ഫീഹി, അതിൽ നിയ്യത്ത് ശർത്താക്കപ്പെട്ടതാണ്. വകുല്ലു അമലിൻ ലഹറത്ത് ഫായിദത്തുഹു നാജിസതൻ വതആതതുഹു തബിയത്തു ഖബല ശരീഅത്തി ലിമുലായിമത്തിൻ ബൈനഹുമാ ഫലാ തുസ്റത്തു നിയ്യത്തു ഫീഹി ഇല്ലാ ലിമൻ കസദ ബിഫീലിഹി മഅനൻ ആഖറ യതറത്തബു അലൈഹി സവാബ്. ശരീഅത്ത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലാണ്, അതിൻ്റെ ഫായിദ അവനിക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നതുമാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ അതിനൊക്കെ നിയ്യത്ത് വേണ്ട. പക്ഷേ ആ മുബാഹായ സംഗതി കൂലിക്ക് വേണ്ടി അള്ളാഹുവിന് മക്കളുടെ സവാബ് കിട്ടണമെന്ന് ഉദ്ദേശിച്ച് ആ മുബാഹിനെ വാജിബ് സുന്നത്താക്കുന്ന കോലത്തെ പൊട്ടിയാലോചിച്ച് وأما ما كان من معاني المحلة كالخوف والرجاء فهذا لا يقال باشتراط النية فيه. ഇപ്പോൾ ഈ പറഞ്ഞ പ്രകാരം 2 കാര്യങ്ങൾ, ദുന്യവിയായ ആവശ്യങ്ങളുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ,
അപ്പോൾ ഇബ്നുൽ മുനീർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ചുരുക്കം ഫത്തുൽ ബാരി ഉദ്ധരിച്ചത്, കുല്ലു അമലിൻ ലാ തദ്കറു ലഹു ഫായിദത്തുൻ ആജിലത്തുൻ ബലിൽ മഖ്സൂദു ബിഹി തലബു സവാബ് ഫനിയ്യത്തു മുസ്തറത്തുൻ ഫീ. നിസ്കാരം, നോമ്പ് നിങ്ങളൊക്കെ അമലാണല്ലോ, അമായി പറയാണ്, നിങ്ങളിലൊക്കെ നിയ്യത്ത് വേണം. കുല്ലു അമലിൻ ലഹറത്ത് ഫായത്തു നാജിസത്തൻ, അതിൻ്റെ ഫായിദ ദുനിയാവ് തന്നെ കിട്ടുന്നതാണ്, സാധാരണഗതി മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളുമാണ്. നിനക്ക് നിയ്യത്ത് ഷർത്താക്കപ്പെടുന്നതുമല്ല. ഉദാഹരണം ഇത് പ്രകാരം അവൻ്റെ കച്ചവടം ചെയ്യാനൊരാൾ, നിക്കാഹ് ചെയ്യാനൊരാൾ, അതിനൊക്കെ ഫായിദകൾ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ. അതിനൊക്കെ നിയ്യത്ത് ഷർത്തില്ല. പക്ഷെ അവിടെ നിയ്യത്ത് ഷർത്താകുന്ന കോലുണ്ട്. എപ്പോൾ? അതുകൊണ്ട് അവനിക്ക് സവാബ് വേണം എന്നുദ്ദേശിച്ചാ. പിന്നെ ഇമാം ബുഖാരി വൽ അഹ്കാം എന്ന് പറഞ്ഞത് അവിടെ ഉദ്ദേശമുള്ളത് എന്താ? ഈ പറഞ്ഞ ഇബ്നുൽ മുനീർ പറഞ്ഞ നിയ്യത്തല്ല. ഒരാൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ കച്ചവടത്തെ ഉദ്ദേശിച്ചും കൊണ്ടായിരിക്കണം കച്ചവടം ചെയ്യുന്നത്. നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ നിക്കാഹിനെ ഉദ്ദേശിച്ചും കൊണ്ടായിരിക്കണം നിക്കാഹ് ചെയ്യേണ്ടത്. സബ്കുൽ ലിസാൻ സംഭവിച്ചു പോയി. ഒരാൾ അറിയാതെ ഓർമ്മയില്ലാതെ ശ്രദ്ധിക്കാതെ ഒരാൾ പറഞ്ഞു, ഞാൻ ഈ സാധനം എനിക്ക് വിറ്റു എന്ന് പറഞ്ഞു, മറ്റേ പറഞ്ഞു ഞാനൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞു. നമ്മുടെ കച്ചവടമാവൂല, കാരണം ഇവനെ ഉദ്ദേശിക്കണില്ല. സബ്കുൽ ലിസാനാണ്. അപ്പം അതിനെ തൊട്ട് സൂക്ഷിക്കാനാണ് വൽ അഹ്കാം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഖുർആനോത്തിന് നിയ്യത്തക്കേണ്ട ആവശ്യമില്ല. തസ്ബീഹ് എല്ലാം നിയ്യത്തക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ നിയ്യത്തക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ഫായിദ ദുനിയാവിൽ നിന്ന് കിട്ടുന്നതല്ലോ ആഖിറത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും നിയ്യത്തക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മഹാന്മാർ ആമിൽ നിന്ന് ഇസ്തിനേദിൽപ്പെട്ടതാണ്. വലിയ വലിയ ചർച്ചകളുടെ സ്ഥലമാണത്. അതൊക്കെ ഹാശകളിലും കിതാബുകളിലും നോക്കി ഓരോരുത്തർക്കും മനസ്സിലാക്കാം. وبه قال الشيخ الإمام أبو عبد الله محمد بن إسحاق البخاري محمد بن إسماعيل البخاري رحمه الله حدثنا عبد الله بن مسلمة قال أخبرنا مالك عن يحيى بن سعيد عن محمد بن إبراهيم عن علقمة بن وقاص عن عمر رضي الله عنه وعنهم أن رسول الله صلى الله عليه وسلم قال الأعمال بالنية ولكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة يتزوجها فهجرته إلى ما هاجر إليه. ഈ ആയത്ത്, ഈ ഹദീസ് ചെറിയ തോതിൽ വിശദീകരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ചെറിയ തോതിൽ വിശദീകരണങ്ങൾ കഴിഞ്ഞു പോയതാണ് ഈ ഹദീസ്. അവിടെ ഒരു ചോദ്യമാണുള്ളത്. ഈ ഹദീസിൽ ഇവിടെ പറഞ്ഞ ഹദീസിനേക്കാളും കുറവാണ് അവിടെ പറഞ്ഞത്. അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതിനെന്താ നമ്മളോട് പറയുക? രണ്ടിലുള്ള സനദിലുള്ള റാവികളും ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റാവികൾ വ്യത്യാസമുള്ളത് കൊണ്ട് അതിലുള്ള ആ റാവികൾ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ്, ഈ റാവികൾ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്, അത് ഇമാം ബുഖാരി പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ആ പ്രശ്നം തീർന്നു. അങ്ങനെ തന്നെയാണ് പല മഹാന്മാരും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വബിഹി ഖാല ഹദ്ദസനാ ഹജ്ജാജ് ഇബ്നു മിൻഹാൽ ഖാല ഹദ്ദസനാ ശുഅബത്തു ഖാല അഖ്ബറനി അദി ഇബ്നു സാബിത്ത് ഖാല സമിഅ്തു അബ്ദുല്ലാഹി ബിൻ യസീദ عن أبي مسعود عن النبي صلى الله عليه وسلم أنه قال إذا أنفق الرجل على أهله يحتسبها فهو له صدقة. ഹദീസിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു പോയി. ഇദാ അൻഫഖ الرجل على أهله, ഒരു റജുല് അവൻ്റെ ഭാര്യയുടെ മേലിൽ ചെലവഴിച്ചു. അഹ്ലി എന്ന് പ്രയോഗിക്കൽ സാധാരണഗതിയിൽ ഭാര്യമാരെ സംബന്ധിച്ചാണ്. യഹ്തസിബുഹ, ആ നഫഖത്തിനേക്ക് അവൻ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കൂലി ആഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്യും. ഫവലഹു സ്വതക്ക, അത് അവനിക്ക് സ്വതക്കയാകുന്നു.
ഇതിൻ്റെ റാവികൾ നേരത്തെ ഒന്നാമത്തെ ഹദീസിൻ്റെ റാവികൾ മുമ്പ് കഴിഞ്ഞു പോയത്, അതുകൊണ്ടൊന്നും പറയാത്തത്. ഒന്നാമത്തെ ഹജ്ജാജ് ബിൻ മിൻഹാൽ ബികസ്രിൽ മീമി, ഹജ്ജാജ് ബിൻ മിൻഹാൽ അബൂ മുഹമ്മദ് അൽ അൻമാത്തിയു അസുലമിയു, അവരാണ്. അവർക്ക് ധാരാളം ശിഷ്യന്മാരുള്ളവരാണ്. മുഹമ്മദ് ബിൻ യഹ്യ ദുഹലി, ഇബ്നു വാറ, ബഗ്വി ഇമാം, ഇസ്മായിൽ ഖാദി, ഇമാം ബുഖാരി വാഖറൂന, കുറേ ആളുകൾ റിവായത്ത് തൊട്ട് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരാണ് എന്നുള്ള വിഷയത്തിൽ ഹജ്ജാജ് ബിൻ മിൻഹാൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയവരാണെന്നുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇത്തിഫാഖുള്ളവരാണ്. വകാന റജുലൻ സ്വാലിഹ, ഹജ്ജാജ് ബിൻ മിൻഹാൽ എന്നവർ സ്വാലിഹായ മനുഷ്യനാണ്. വകാന സിംസാറൻ, അവർ ദല്ലാലിയായിരുന്നു. അങ്ങാടിയിൽ കച്ചവടത്തിന് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിച്ചു കൊടുക്കുന്ന ദല്ലാലിപ്പണി, ദല്ലാലിയായിരുന്നു. യഹൂദു മിൻ കുല്ലി ദീനാരിൻ ഹബ്ബത്തൻ, ഓരോരോ അവരുടെ കമ്മീഷൻ അതാ, ഓരോരോ ദീനാറ് കച്ചവടം ചെയ്യുമ്പോഴും ദീനാറിൻ്റെ സ്ഥലം കച്ചവടം എടുക്കുമ്പോഴും ഒരു ഹബ്ബത്ത് എടുക്കും. ഒരു ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഗ്രാമിൻ്റെ കണക്കിൽ കൊണ്ട് നോക്കുകയാണെങ്കിൽ 59 മില്ലിഗ്രാം, 59 മില്ലിഗ്രാം. വേറെ കണക്ക് പറഞ്ഞാൽ 1%. ദീനാറിൻ്റെ ഒരു ഹബ്ബ എന്ന് പറഞ്ഞാൽ ഒരു ദീനാറിൻ്റെ ഒരു ഹബ്ബ എന്ന് പറഞ്ഞാൽ 100-1 പണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എത്രയായി? 1%. അത് സ്വർണത്തിൻ്റെ വ്യവസ്ഥയിൽ കൂട്ടി നോക്കുമ്പോൾ 59 മില്ലിഗ്രാം സ്വർണ്ണം ഉണ്ടാവും. സ്വർണ്ണമാണ് ദീനാറ് പറഞ്ഞാൽ. അപ്പോൾ 59 മില്ലിഗ്രാം സ്വർണ്ണമാണ് ഒരു ദീനാറ് അവർ വാങ്ങുക. ഫജാഅ ഖുറാസാനിയുൻ മൂസിറും മിൻ അസ്വാബിൽ ഹദീസ്, അങ്ങനെ മൂപ്പരത് 1% കമ്മീഷൻ പറ്റുക. ആ സമയത്ത് അസ്വാബുൽ ഹദീസിൽപ്പെട്ട ഒരു മൂസിറായ പണക്കാരനായ മുതലാളിയായ ഖുറാസാനിക്കാരൻ വന്നു അങ്ങാടിക്ക്. എന്നിട്ട് അദ്ദേഹം ഒരു പുതപ്പ് അങ്ങാടിയിൽ നിന്ന് നല്ല നിലവാരമുള്ള ഒരു പുതപ്പ് വാങ്ങി. പുതപ്പ് വാങ്ങിക്കൊടുത്ത് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ഹജ്ജാജ് ബിൻ മിൻഹാലാണ് ദല്ലാൽ. നല്ല ഇഷ്ടപ്പെട്ട വലിയൊരു പുതപ്പ്, വലിയ വേണ്ട പുതപ്പ് വാങ്ങിക്കൊടുത്തു. വാഴ്ത്താവ് 30 ദീനാറ, അത് വാങ്ങിക്കൊടുത്തതിന് പകരമായിട്ട് 30 ദീനാറ് കൊടുത്തു. 30 ദീനാറ് എന്ന് പറഞ്ഞാൽ ഏകദേശം 16 പവൻ സ്വർണ്ണമായി. ആ 16ഓളം പവൻ സ്വർണം അവർക്ക് കൊടുത്തു. ഇത് ഒന്ന് മൂപ്പർ വന്ന ആള് മുതലാളിയായ ഹദീസ് പണ്ഡിതനാണ്, ദല്ലാലും ഹദീസ് പണ്ഡിതനായ ഹജ്ജാജ് ബിൻ മിൻഹാലാണ്. അപ്പോൾ ഹജ്ജാജ് ബിൻ മിൻഹാലിന് ഒരു തുക ആയിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും വലിയ സംഖ്യ കൊടുക്കുന്നത്. ഫഖാല, അപ്പോൾ ഹജ്ജാജ് ബിൻ മിൻഹാൽ എന്ന് നമ്മുടെ റാവി പറഞ്ഞു, ഖുദ് ഹാദിഹി, അല്ല എന്നിട്ട് അയാൾ പറഞ്ഞു, ഫഖാല ഈ വന്നാൾ ഖുറാസാനി പറഞ്ഞു, ഖുദ് ഹാദിഹി സംസറതുക, ഇത് നിൻ്റെ ദല്ലാലി പണിക്കുള്ള കൂലിയാണ്, ഇത് എടുത്തോന്നാണ്. 30 ദീനാർ 16 പവൻ സ്വർണം. കാല, അപ്പോഴാണ് ഹജ്ജാജ് ബിൻ മിൻഹാൽ പറഞ്ഞത്, ദനാനീറുക അഹ്വനു അലയ്യ മിൻ ഹാദ തുറാബ്, ഈ മണ്ണിനേക്കാളും എൻ്റെ ഈ ദീനാർ എനിക്ക് നിസാരാണ്. ഇത് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇതെന്നൊക്കെ വാങ്ങുന്ന ആളാണെന്ന്? എനിക്ക് എൻ്റെ പണിൻ്റെ കൂലി മതി. ഹാത്തി മിൻകുല്ലി ദീനാരിൻ ഹബ്ബ, ഓരോരോ ദീനാറിനും ഒരു ഹബ്ബ നീക്കുണ്ടാ എന്ന് പറഞ്ഞു. ഒരു 1% തോതി എനിക്ക് തന്നാൽ മതി എന്നല്ലാതെ വാരി കോരി തരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അതിൻ്റെ വിലയായിട്ട് കിടക്കുന്ന ആൾ എൻ്റെ അടുക്കലായിരുന്നു, വലിയ നിലവാരം സാധനമൊന്നുമില്ല, പക്ഷെ എൻ്റെ പണിക്കൊരു കൂലി കിട്ടണം, ഇത് മതി. വാഹദാലിക്ക, എന്നിട്ട് ആ ഒരു വാങ്ങിയ സാധനത്തിൻ്റെ ദീനാറാക്കിയിട്ട് ഒരു ദീനാറിന് ഒരു ഹബ്ബത്ത് തോതിൽ 1% തോതിൽ ആ കള്ളിൻ്റെ 1% പിടിച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അബ്ദില്ല പറയാണ്, ഹോ ബസരിയും സിക്കത്തുൻ, ബസരിയാണ്, സിക്കത്താണ്. എല്ലാവരും അവരെ തൊട്ട് വലിയ മഹത്വം തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹജ്ജാജ് ബിൻ മിൻഹാലിനെ തൊട്ട്. വലൈസ ഫീൽ കുതുബി സിത്തത്തി ഹജ്ജാജ് ബിൻ മിൻഹാലിൻ സിവാഹ്, ഹജ്ജാജ് ബിൻ മിൻഹാൽ അല്ലാത്ത വേറെ ഒരു ഹജ്ജാജ് ഹദീസിൻ്റെ കിതാബുകളിലില്ല, ഇവർ മാത്രമേ ഉള്ളൂ. ശിഹാബ് സിത്തൻ്റെ കിതാബ്
പിന്നെ നമ്മൾ രണ്ടാമത്തെ റാവി ഷുഅബയാണ്. അവരെ പറ്റി മുമ്പ് നമ്മൾ പറഞ്ഞു പോയതാണ്. മൂന്നാമത്തേത് അദീ ഇബ്നു സാബിത്താണ്. അവർ അൻസാരിയാണ്, കൂഫക്കാരനാണ്. അവരുടെ ഉമ്മാൻ്റെ ഭാഗത്ത് കൂടെ ഉള്ള വല്ലിപ്പ, ഉമ്മാൻ്റെ ഉപ്പ, അവരെല്ലാം ഹദീസ് കേട്ടിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളുടെ ഹദീസ് കേട്ട് താബിഈയാണ് അവർ. നാലാമത് നമ്മുടെ സനദിലുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു യസീദ് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന സ്വഹാബി തന്നെയാണ്. സ്വഹാബിനെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അബ്ദുല്ലാഹ് ഇബ്നു യസീദ് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന ആള് വളരെ പ്രധാനപ്പെട്ട, ധാരാളം ദീനിന് വേണ്ടി സേവനം ചെയ്ത ആളാണ്. അവർ കൂഫയിൽ താമസിച്ചിട്ടുണ്ട്. കൂഫയുടെ ഭരണാധികാരിയായി, ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി, അമീറായി, ഗവർണറായി ജോലി ചെയ്തിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അവർക്ക് ഹുദൈബിയ സന്ധി അടക്കുമ്പം അവർക്ക് 17 വയസ്സാണുള്ളത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവോട് കൂടെ സിഫീൻ യുദ്ധത്തിലും ജമൽ യുദ്ധത്തിലും നെഹ്റുവ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഷഅബി വലിയ കാര്യമായ മുഹദ്ദിസാണ്. ഈ ഷഅബി ആയിരുന്നു ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാത്തിബ്. സ്വഹാബത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ആളുകളിൽപ്പെട്ടവരാകുന്നു അവർ. അഞ്ചാമത്തതാണ് ഇവിടെ അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ ബിൻ സഅലബ എന്ന് പറയുന്ന മഹാൻ. അബൂ മസ്ഊദ് ബദ്രീങ്ങളിൽ വെച്ച് അവസാനമായി എണ്ണപ്പെടുന്ന ആളാണ് അവർ. ബദ്രിയിൽ പങ്കെടുത്തോ ഇല്ലേ എന്ന് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റാജിഹായ അഭിപ്രായം ഇമാം ബുഖാരി അടക്കമുള്ളവർ പറയുന്ന ഒരു ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു ബദറിൽ പങ്കെടുത്തിട്ടില്ല, ബദറിൻ്റെ അടുത്ത് താമസിച്ചത് കൊണ്ടാണ് അവരെ പറ്റി ബദരി എന്ന് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരെ ബദരീങ്ങളിൽ എണ്ണിയവരാണ്. ബദരീങ്ങളിൽ മാത്രമല്ല, അവർ 70 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജംറത്തുൽ അഖബൻ്റെ അടുത്ത് വെച്ചിട്ട് കരാർ ചെയ്യാൻ പോയിരുന്നാണ് നബി തങ്ങളെ ഹിജ്റ മദീനത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി. അക്കൂട്ടത്തിൽപ്പെട്ടവരും അവരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞവരുമാണ് അവർ. വബിഹി ഖാല حدثنا الحكم بن نافع قال أخبرنا شعيب عن الزهري قال حدثني عامر بن سعد عن سعد بن أبي وقاص رضي الله عنه وعنهم أنه أخبره أن رسول الله صلى الله عليه وسلم قال إنك لن تنفق نفقة تبتغي بها وجه الله إلا أجرت عليها حتى ما تجعل في امرأتك. ഇതിലുള്ള റാവികൾ മുഴുവനും മുമ്പ് പറഞ്ഞു പോയവരായതുകൊണ്ട് പ്രത്യേകമായി പറയേണ്ട റാവികൾ ആരുമില്ല. ഹദീസിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക തീർച്ചയായും നീ. നബി തങ്ങൾ പറയുന്നത് ഒന്നിരിക്കൽ പ്രത്യേകമായ ഒരു വ്യക്തിയോടാവാം, റാവിയായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവോടാവാം, അല്ലെങ്കിൽ ഖുർആനിൽ ഉപയോഗിക്കുന്ന മാതിരി തന്നെ നീ എന്ന് പറയാൻ പറ്റുന്ന ആളുണ്ടോ അവരാരുമാവാം. അതാണ് ലാഹിർ. ഇന്നക തീർച്ചയായും നീ, ലൻ തുൻഫിക നീ ചെലവഴിക്കൂല, നഫഖത്തൻ ഒരു ചെലവില്, തബ്തഗി ബിഹാ അതുകൊണ്ട് നീ തേടും, വജ്ഹല്ലാഹ് അല്ലാഹുവിൻ്റെ വജ്ഹിനെ, ഇല്ലാ ഉജിർത അലൈഹ അതിൻ്റെ മേൽ നിനക്ക് കൂലി നൽകപ്പെട്ടല്ലാതില്ല. ഏതുവരേക്കും അത്താമാ തജ്അലു അത്താമ ഒന്നുവരേക്കും തജ്അലു നീയാക്കും ഫീ ഫിംറാത്തിക നിന്റെ ഭാര്യയുടെ വായയിൽ. ഒന്നാമത്തെ ഫീ ലർഫിയത്തിൻ്റെ ഫീ, രണ്ടാമത്തെ ഫീ തന്നെ ഫമെന്ന് പോന്ന് ഫീഖ എന്ന് മജ്റൂറായ അസ്മാസത്തിൽപ്പെട്ട ഫീ. ഫിംറാത്തിക നിന്റെ ഭാര്യയുടെ വായയിൽ നീ ആക്കി കൊടുക്കുന്ന ഒന്നുവരേക്കും, അതടക്കം എനിക്ക് കൂലി നൽകപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു തആലാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അപ്പോൾ ഏത് അമലുകളും അത് കൂലിയുള്ളതാക്കാൻ കഴിയും അല്ലാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചാൽ.